നമസ്കാരം. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് പൃഥ്വി. സംവിധായകനായ ആദ്യ ചിത്രത്തിൽ മോഹൻലാലാണ് നായകനായി എത്തിയത്. ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിനായി കാത്തിരിക്കുമ്പോഴിതാ മോഹൻലാൽ പറഞ്ഞ ചില വാക്കുകളാണ് വൈറലാകുന്നത്. മോഹൻലാൽ പൃഥ്വിയെ തഴഞ്ഞെന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കുന്നത് ആരാധകർ. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുകയുണ്ടായി. പൃഥ്വിരാജിനൊപ്പം വർക്ക് ചെയ്യുകയെന്നത് ശ്രമകരമാണെന്ന് മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന് മോഹൻലാലിന് ലൂസിഫറിലൂടെ സമ്മാനിച്ചത് പൃഥ്വിരാജാണ്. ഇനി വരാനിരിക്കുന്ന എമ്പുരാൻ ആകട്ടെ മലയാള സിനിമയുടെ തലവരെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു. മലയാള സിനിമയെ പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ ക്ലബിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ. നടൻ എന്ന നിലയ്ക്ക് 2024 പൃഥ്വിരാജിന്റെ കരിയറിലെ നാഴികക്കല്ലായ വർഷമാണ്. ആടുജീവിതത്തിലൂടെ 2ാമതും സംസ്ഥാന പുരസ്കാരം പൃഥ്വിയെ നേടിയെത്തി. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാകാൻ ഇതൊന്നും പോരെ എന്നാണ് ചോദ്യം. ഈ ചോദ്യം മറ്റാരോടുമല്ല, മോഹൻലാലിനോടാണ്. എന്താണ് സംഭവം എന്നല്ലേ? തന്റെ ആദ്യ സംവിധാന സംരംഭമായ വറോസിന്റെ പ്രൊമോഷൻ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞ ഒരു മറുപടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലുകയാണ് ചില ഫാൻസുകൾ. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളായി തോന്നുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ 3 പേരുടെ പേരുകളാണ് മോഹൻലാൽ എടുത്തു പറഞ്ഞത്. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ എന്നിവർ മികച്ചവരാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഉണ്ണിയുടെ ഒരു ചിത്രം ഇപ്പോൾ നന്നായി ഓടുന്നുണ്ടെന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ഇതോടെ എന്തുകൊണ്ട് മോഹൻലാൽ പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞില്ല എന്ന് ചോദിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമ്മിൽ തല്ലുന്നത്. തന്റെ അഭിമാന പ്രൊജക്ട് അടക്കം കൊടുത്തിട്ടും പൃഥ്വിരാജിന്റെ പേര് മോഹൻലാൽ പറഞ്ഞില്ലല്ലോ എന്നാണ് ഫേസ്ബുക്കിൽ ചർച്ചയായിരിക്കുന്ന ഒരു പോസ്റ്റ്. ഇതോടെ കമന്റ് ബോക്സിൽ മറുപടി നിറഞ്ഞു. പൃഥ്വിരാജ് ഓൾറെഡി ഒരു താരമാണെന്നും അതിനാൽ ഭാവി വാഗ്ദാനം എന്ന് പറയേണ്ട കാര്യമില്ലെന്നുമാണ് ഒരു കമന്റ്. ഫഹദ് അടക്കമുള്ളവർക്ക് മുന്നേ വന്നതിനാൽ പൃഥ്വിരാജ് സീനിയർ ആണെന്നും കമന്റ് ബോക്സിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് മികച്ച വാഗ്ദാനമാണ് എന്ന് മോഹൻലാൽ ഇതേ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പൃഥ്വിയെ വളരെ ചെറുപ്പം മുതൽക്കേ അറിയാം. പൃഥ്വിയുടെ അച്ഛനൊപ്പം താൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള സംവിധായകനാണ് പൃഥ്വിരാജ്. സിനിമയെക്കുറിച്ച് വളരെ നല്ല അറിവുണ്ട്. തന്നെ എങ്ങനെ സിനിമയിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം. ലൂസിഫറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ബ്രോഡാഡി എന്ന സിനിമയും തങ്ങൾ ഒരുമിച്ച് ചെയ്തു. സംവിധായകൻ എന്ന നിലയ്ക്ക് പൃഥ്വിരാജിന്റെ പരിണാമം എമ്പുരാൻ കാണുമ്പോൾ അറിയാനൊക്കൂ. എമ്പുരാൻ വളരെ വലിയ ചിത്രമാണ്. UK-യിലും അമേരിക്കയിലും ദുബായിലും ഒക്കെ ഷൂട്ട് ചെയ്തു. തിരക്കഥയെയും താരങ്ങളെയും വാർത്തെടുക്കാൻ പൃഥ്വിക്ക് അറിയാം. അദ്ദേഹം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായി മാറും. ഗംഭീര സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാനാകും. മികച്ച ഭാവി വാഗ്ദാനമാണ് പൃഥ്വിരാജ് എന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു. മലയാളത്തിൽ ഇപ്പോഴുള്ള അഭിനേതാക്കളിൽ മിക്കവരും മികച്ചവരാണ്. ഞങ്ങളുടെ കാലത്ത് വളരെ മികച്ച കഥകൾ ലഭിച്ചിരുന്നു. നിരവധി നോവലുകളെല്ലാം സിനിമയായിരുന്നു. മികച്ച സംവിധായകരുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾക്കൊപ്പം സിനിമ തിയേറ്ററിൽ ഓടുകയും വേണം. എന്നാലേ ഒരു അഭിനേതാവിനെ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. ആ ഒരു കാലം മാറിപ്പോയി. എങ്കിലും ഇന്നത്തെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്, മികച്ച സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. പ്രണവ് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ മറുപടി കൊടുത്തു. സിനിമയിലേക്ക് വരാൻ പ്രണവിനെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ബുദ്ധി അവനുണ്ട്. ജീവിതത്തിൽ എന്ത് വേണമെന്ന് അവന് തീരുമാനിക്കാം. മകനിലൂടെ ഒരു പാരമ്പര്യം ഉണ്ടാക്കണമെന്ന് കരുതുന്നില്ല. അവൻ സ്വതന്ത്രനായിരിക്കട്ടെ. തന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. പഠിത്തം പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുള്ളത്, മോഹൻലാൽ വ്യക്തമാക്കി.